ഗൈസ് അങ്ങനെ ഇന്ന് ഡിസ്ചാർജാണ്. അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഡിസ്ചാർജ് ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. അപ്പോൾ അതിന് മുന്നാടി അന്ന് വണ്ടി എടുത്തിട്ട് പോവാണ്. ഇനി ആ വണ്ടി കാണാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ ലാസ്റ്റായിട്ടൊന്ന് കണ്ടേക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതായിരുന്നു മമ്മി കിടന്ന റൂം. ഇതിപ്പോൾ ലിപിക്ക് ഇച്ചിരി കൂടുതലാണ്. അതായത് കൈക്കൊക്കെ അത്യാവശ്യം നല്ല വേദനയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വരുമെന്നാണ് സർജൻ പറഞ്ഞത്. ഇതുണ്ടോ, കുറവുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വേദന കൂടും, ഇടയ്ക്കിടയ്ക്ക് വേദന കുറയും. അത് കാരണം ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഇവൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാലിലൊക്കെ അത്യാവശ്യം മുറിവുണ്ട്. ഇന്ന് എന്തായാലും ഡിസ്ചാർജ് ആയിക്കോളാൻ പറഞ്ഞു. 2-3 ദിവസത്തേക്ക് എന്തായാലും ഇതുണ്ടാവുന്നു അല്ലേ ജോസഫ് സാറേ പറഞ്ഞേ? കയ്യിൽ ഇങ്ങനെ വ്യായാമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന മസിൽ ചുരുങ്ങുന്നതാണ് വേദന എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുണ്ടാവും പോലും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട തീരുമാനിച്ചു. ഒരു 2-3 ദിവസം കിടത്താമെന്ന് ചോദിച്ചു ഡോക്ടറോട്. അപ്പം ഡോക്ടർ പറഞ്ഞ് അതുകൊണ്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ഗുളികയിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കരുത്. അവർ തന്നതിനകത്ത് പെയിൻ കില്ലേഴ്സ് ഉണ്ട്, അത് കഴിക്കാം. എക്സ്ട്രാ പെയിൻ കില്ലർ കൂടുതലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ല് കൂടാൻ താമസം വരുന്നു. ഇവൻ്റെ ഈ കയ്യിൽ ഇവിടുത്തെ കെട്ട് മാറ്റിയിട്ട് വാട്ടർ പ്രൂഫ് സ്റ്റിക്കർ ഒട്ടിച്ചു. അത് പറിച്ചു കളഞ്ഞോ ലിപി? എന്ത് ചെയ്ത്? അതല്ല, കൈ അനക്കാൻ പറ്റില്ല കേട്ടോ. ഒരു വാട്ടർ പ്രൂഫ് സ്റ്റിക്കറുണ്ട്, അവർ സംസാരിക്കാൻ പറ്റില്ല. സെബി വന്നിട്ടുണ്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി. അപ്പം ഞങ്ങൾ നേരെ ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് വരാം കേട്ടോ ലിപി. നോക്കിയിട്ട് വരാം. ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമല്ലോ, ലാസ്റ്റായിട്ട് കണ്ടിട്ട് വരാം. അത് പോയി കൈസ് ഞാനിന്ന് വണ്ടി എടുത്ത് വരെ പോവുകയാണ്. ലിപി ഇവിടെ ഉണ്ട്. അപ്പം ഇതൊന്ന്, ഇത് 2. ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. പറ സെബിന പറ പോ കൈസ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത റൂം ഇതിൻ്റെ അപ്പുറം കേട്ടോ. ഇതാണ് അടുത്ത റൂം കേട്ടോ. 35, 34 നമ്മുടെ അല്ല, 35 മൈക്കിളുണ്ട് കേട്ടോ. 35 മൈക്കിളും അഭിരാമിയുടെ അമ്മയുണ്ട്. ഇത് എൻ്റെ റൂമാണ്. ഇതിലാണ് ഫുഡൊക്കെ, ഇന്നത്തെ ഫുഡ് എല്ലാം വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. കഞ്ഞി ഇല്ല, അവൻ എണീറ്റതേ ഉള്ളൂ. അവന് കൊണ്ട് കൊടുക്കണം. ഇപ്പം തന്നെ കൊണ്ട് കൊടുക്ക. ഇതെല്ലാം ഞങ്ങൾക്ക് വന്ന ഫുഡ് കേട്ടോ. ഫുൾ കഞ്ഞിയാണ്. കഞ്ഞിയല്ല വേറെ ഒന്നുമില്ല കേട്ടോ. കഞ്ഞിയാണ് ഏറ്റവും കൂടുതൽ. അതെ, ഓട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് പപ്പ കിടക്കുന്ന റൂം. അപ്പം വൈകുന്നേരത്തെ 2 മണിക്കൂറിൽ ചെക്കൗട്ട് ആകും കേട്ടോ. അതെ, പപ്പ ഇവിടെ ഉണ്ട്. പപ്പ ഞാൻ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി. ഇതാട്ടോ നമ്മൾ ഇത്രയും ദിവസം നിന്ന ഹോസ്പിറ്റൽ. എന്നാ വലിയ ഹോസ്പിറ്റലല്ലേ, എന്നാ വലിപ്പമല്ലേ സാറേ? ഇതിപ്പോൾ ഒരു 8 വർഷമായുള്ളൂ ഇത് ഈ കെട്ടിടമാക്കിയിട്ട്. എന്തൊരു വലിപ്പമാണെന്നറിയാമോ? 10-15 വർഷം മുമ്പുള്ള ഹോസ്പിറ്റലാണ്. കൈസ് ഭയങ്കര വലിപ്പം കേട്ടോ. എന്നതായത് അസാമാന്യ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ നേരെ പോട്ടെ. വണ്ടി അവൻ അവിടെ കൊണ്ടുവന്നത് ഈ പാർക്കിങ്ങിലിട്ടാക്കണം. കാണുന്ന വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ 7 പേര് കയറും. പിന്നെ ജോസ്പി സാറിൻ്റെ XUV 300 ഉണ്ട്. അതിൻ്റെ അകത്തും കുറേ ആൾക്കാർ കയറും അല്ലേ സാറേ? ലഗേജാണ് ഒരു വിഷയം. സോറി, KUV. അപ്പോൾ അതിനാണ് കൂടിയാണ് പോകുന്നത്. നേരെ വണ്ടി കയറട്ടോ കേട്ടോ. വണ്ടിയെ കയറി നേരെ സെബിനെടുക്കുക കേട്ടോ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ജോസ്പി സാറേ? 18 കിലോമീറ്റർ. ചെറുപ്പളശ്ശേരി സാറേ? ചെറുപ്പളശ്ശേരി സ്ഥലത്തിൻ്റെ പേര് എക്സാക്ട് പേര് മറന്നുപോയി. ചെറുപ്പളശ്ശേരിയിലാണ് വണ്ടി കിടക്കുന്നത്. അതായത് ഇനി കാണാൻ പറ്റുന്ന സംശയം കേട്ടോ. ഞങ്ങൾ ഡിസ്ചാർജ് ആയതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നേരെ ഞങ്ങൾ പോവാണ്. ഒരു കീട്ടിലും ഡിഫൻഡർ കിടക്കുന്നു നോക്കിയാൽ. ഭാവിയിൽ ഞാനിതൊക്കെ എടുക്കും കേട്ടോ. ഇപ്പോൾ ഇതൊന്നും എടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ലോണിലൊക്കെ എടുക്കാം, പക്ഷേ അടവൊന്നും എന്നെ കൊണ്ട് താങ്ങുന്നതല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാവുള്ളൂ. ഇല്ല നമ്മൾ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ശരിയാണോ ജോസ്ഫി സാറേ? നമുക്കിപ്പം അടവിനൊക്കെ വണ്ടി എടുക്കാൻ പറ്റും, പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഉള്ള ആളല്ല. നമുക്കൊന്നും ഒരു സ്റ്റേബിൾ അല്ല. ഒരു മാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇനിയിപ്പം ഞങ്ങളുടെ കാര്യം അധോഗതി ദുഃഖവെള്ളിയാണ്. കാരണം ഞങ്ങൾക്ക് അപകടം പറ്റി, നല്ല റെസ്റ്റ് വേണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പാളി. ഞങ്ങൾക്കിനിയും ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും യാത്ര പോകാൻ പറ്റത്തില്ല. 6-ാം തീയതി ഞങ്ങൾ എന്തായാലും ഒന്ന് വിയറ്റ്നാം വരെ പോകും. അത് പോയേ പറ്റുള്ളൂ. ജീവിത പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പോകണം. ഗൈസ് നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും ദിവസം കെയർ ചെയ്ത ഹോസ്പിറ്റൽ ഇതാണ്.
നല്ല കിടിലൻ ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കടന്ന് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അല്ലേ ജോസ്മി സാറിൻ്റെ അഭിപ്രായം എന്നാ? സാറിൻ്റെ ഒരു അഭിപ്രായം എന്നാ? നമുക്ക് വന്നത് മുതൽ അല്ലേ ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. ബില്ല് എത്രയെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാറിൻ്റെ. അപ്പം അത് അവസാനം ആകുമ്പോൾ അറിയാൻ പറ്റും എത്ര രൂപയായെന്നുള്ളത്. ഞങ്ങൾ ഒരു ദിവസം കിടന്ന റൂമിന് 5000 സംതിങ് ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. എന്തായാലും നേരെ പോട്ടെ. പ്രസാദ് സാർ ഈ വണ്ടി മേടിച്ചത് നന്നായി കേട്ടോ സാറേ. അല്ലെങ്കിൽ അതെ നമ്മളിപ്പം വേറെ എന്തെങ്കിലും ചെയ്യേണ്ട വന്നാനേ. ഗൈസ് എന്തായാലും സാറിനോട് ചോദിച്ചപ്പോൾ തന്നെ പ്രസാദ് സാർ വണ്ടി സെബിൻ്റെ കൊടുത്തു വിട്ടു. സാറിനോട് ഞങ്ങൾ ചോദിച്ചു സാറിനോട് വരാമെന്ന് ചോദിച്ചപ്പോൾ ക്ലാസ് അങ്ങനെ സാറുമാർക്ക് ഒഴിവാക്കി വരാൻ പറ്റത്തില്ല കേട്ടോ. അതൊരു വലിയ വിഷയമാണ്. ഇപ്പം തന്നെ ജോസ്ഫി സാർ ലീവ് എടുത്തിട്ടാണ് അത് പ്രത്യേകം പറഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ലീവ് എടുത്തിരിക്കുന്നത്. ഇപ്പം 2 ലീവായോ സാറേ? 3 ലീവായി. നാളെ പിന്നെ ഓൾറെഡി ലീവാണ്. അപ്പോൾ നാളെ സാറിനും ജോയിൻ ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നാട്ടിലേക്ക് പോവുകയാണ്. നേരെ എന്തായാലും ഞങ്ങൾ വണ്ടി എടുത്തോട്ട് പോട്ടോ കേട്ടോ. ഏകദേശം നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് എത്താറായിട്ടോ. ഉണ്ടോ വരയും കുറിയും ഒന്നുമില്ലല്ലേടാ. ഇത് പാച്ച് നടത്തിയാന്ന് തോന്നുന്നല്ലേ സാറേ ഈ റോഡ്? എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഇങ്ങനെ കേട്ടോ റോഡ്. ഇത് ഇങ്ങനെ റോഡ്. നല്ല മഴയായിരുന്നു അന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. എത്തിയില്ല കേട്ടോ. എത്താൻ പോകുന്നുള്ളൂ. 10 റോഡ് ആക്സിഡന്റ് നടന്നു പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. ആ സെയിം ടൈമില് നമ്മുടെ വണ്ടി അടിച്ചെടുത്ത് എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി അടിച്ചത്. ഇവിടെയാണോ അവിടെ അടിച്ചേ? ഇച്ചിരി കയറ്റി ഒതുക്കി വെക്കണം സെബിനെ. സാറേ ഇറങ്ങട്ടെ കേട്ടോ. എൻ്റെ അമ്മച്ചി ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിടിച്ച പരിപാടിയാണ്. എല്ലാ പിള്ളേരും അതേ നോക്കുന്നു. ഇവിടെ വണ്ടി അടിച്ച് കിടക്കുന്നത്. എൻ്റെ അമ്മ ഈ സാധനത്തെ പിടിച്ചിട്ട് വേണം കാല് കുത്തല് പാടാ. അയ്യോ ഇവിടെ അടി നടന്നേ. ഞാനിവിടെയാണ് കിടന്നേ. ജോസ്മി സാറേ ഇവിടെയാണ് ഞാൻ കിടന്നേ. ഇത് കണ്ടോ ഇവിടെയാണ് ഞാൻ കിടന്നേ. അവിടെ അടിച്ചത് ഇത് വലിച്ചെടുത്തല്ലേ ഇതാന്ന് തോന്നുന്നല്ലേ. ഇവിടെ എവിടെ എങ്ങാനും അടിച്ചേ. ഇത് കണ്ടോ ഇതാണ് വണ്ടി അടിച്ചത്. എൻ്റെ അമ്മേ ഇവിടെ അടി വന്നല്ലേ സാറേ? 2 വണ്ടി ക്രോസ് അടിച്ചോട്ടെ. വണ്ടിയുടെ എല്ലാം പോയി. ഒന്നുപോലും ഇല്ല. എന്തേലും ഉണ്ടോ? ഇതൊക്കെ എന്താ? നമ്മുടെ എല്ലാം പോയി. പാർട്സുകളൊക്കെ ഇതേ കിടക്കുന്നു. ഇവിടെയാണ് അടി വരുന്നത് കേട്ടോ. ഇതാണോ സാറേ? ഇതാ എവിടുന്ന് എൻ്റെ വണ്ടി തെന്നിപ്പോയേ? ഈ വീടിൻ്റെ മുറ്റത്ത് കിടന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ വണ്ടി തെന്നിപ്പോയ കേട്ടോ. സാർ ഇവിടെ വീതി കുറവല്ലേ? ഈ റോഡിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ വീതി ഉള്ള റോഡുണ്ട്, വീതി ഇല്ലാത്ത റോഡുണ്ട്. ഈ ഒരു സെയിം വേയിൽ. ഇത് ഉണ്ടായിപ്പോയി. ഇതടിച്ച് ഉണ്ടായിപ്പോയി സാറേ. ഒന്നുമില്ല. ഹോസ്പാർ ആണെങ്കിൽ ഇതിനടി കിട്ടിയായിരുന്നുണ്ടല്ലോ. ഇതുണ്ട് ഒരു ലൈറ്റ് കിട്ടി. ഇല്ലെന്നേ അവിടെ പോയി ഇല്ലടാ. സാറേ ഇത് ഊരെടുത്തു. സാറേ അത് ഊരെടുത്തു. നല്ലതാ. കവറേ പോയിട്ടില്ലേ? അതോ 2 അടിച്ചുകൊണ്ടേ പോയി. ഇതിനടി കിട്ടിയായിരുന്നല്ലോ ഇത്രയും വരൂലായിരുന്നു. സാക്ഷിക്ക് അടി വന്നിട്ടില്ല അല്ല സാറേ? AC റേഡിയേറ്റർ എഞ്ചിൻ അടിച്ചു പോയി. ശരിക്കും ഇതിന്റെ എഞ്ചിന്റെ മുകളിലേക്ക് മറ്റേ വണ്ടി കയറിയത്. ഇനി ഇത് കാണാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ കൊടുക്കുമായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല ഒന്നാന്തരം. എത്ര മാസമായി കാണും? അത് ഒരു 6-4 അത്രങ്ങാനായിട്ടുള്ളൂ. ഇത് പുതിയ ബ്രിസ്റ്റോന്റെ ടയറാട്ടോ. യൊക്കോഹോമയുടെ. അതെ ഞാൻ ആ വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങാൻ നേരത്ത് കണ്ണൂർ പോയി ഞാനും സെബിനൊക്കെ കൂടി പോയി മാറ്റിയതാണ് ഈ കാണുന്ന ബുഷുകളൊക്കെ. പുതുപുത്തം ബുഷൊക്കെ നീ ഓർക്കുന്നില്ല? ഞാൻ മേടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച് മേടിച്ച വണ്ടി. എടാ ഈ സംഭവമില്ല എടാ, ഈ അടിച്ച് ഇങ്ങോട്ട് കയറിയാണ് ഗ്ലാസ് ചിന്നി പോകുന്നത്.
ഓ ഇത് ശരിയാക്കി എടുക്കാനൊന്നും പറ്റില്ല സാർ. ഇതിൻ്റെ ഡോറിൻ്റെ ഇവിടെയൊക്കെ പോയി, എല്ലാം പോയി. ഇതിന് ശരിയാക്കാനൊന്നും പറ്റൂല കേട്ടോ. കൊച്ചിൻ്റെ പാത്രമൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. ദൈവമേ സാർ, ഇവിടെ എങ്ങനെയാ സാറ് ചെളി വന്നേ? ബേക്ക് സൈഡ് വേണം. ബേക്ക് അനങ്ങിയിട്ടില്ല കേട്ടോ. ബേക്കിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കവറ് കണ്ടോ, നല്ല ടാറ്റ സഫാരിയുടെ കവറാട്ടോ. എൻ്റെ അമ്മോ, പപ്പ ഈ ചെടിയാ പറഞ്ഞു സാറേ, ഇതങ്ങ് എടുത്താലോ? ഇല്ല, ഇത് പപ്പ ആഗ്രഹിച്ച് മോഹിച്ച് അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നാട്ടോ. എടാ അതിന് അതിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താടാ സെബിനെ ഇതിന്, ഈ ചെടിക്കകത്ത് ഒരു പൊടിക്ക്. ഇതാരുടെ ഡ്രസ്സാ? ഇത് മഞ്ഞ നമ്മുടെ ടീഷർട്ടാട്ടോ. ഇതൊക്കെ ഇതെന്നാ? കൊച്ചിൻ്റെ കുപ്പി, പാല് കുടിക്കുന്ന സാധനം ആണോ? കൊച്ചിൻ്റെ ഗ്ലാസ്, കൊച്ചിൻ്റെ പാൽക്കുപ്പി, അതൊക്കെ ആട്ടോ ഇത്. ഇതിൻ്റെ തന്നെ സ്പൂണ്, ഇതൊക്കെ എന്താണാവോ? അത് തന്നെ ക്ഷീണം ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെ പറഞ്ഞു തന്നെ. അത് പിന്നെ അത് മേടിച്ച് വെച്ചാണ് ആ സാധനങ്ങളൊക്കെ. പിന്നെ അതെന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. ഓയ്യോ, ബേക്കിനൊന്നും അടി വന്നിട്ടില്ല കേട്ടോ സാറേ. ഈ ലാമ്പൊക്കെ ഉണ്ട്, ലാമ്പൊക്കെ പ്രിൻസേട്ടൻ ഒരുക്കുണ്ട്. ഇന്നലെ പ്രിൻസേട്ടൻ വന്നായിരുന്നു, അതായത് നമ്മുടെ TT നെപ്പോളിയൻ പണിയുന്ന പ്രിൻസേട്ടൻ വന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സാധനം ഉണ്ടായിരുന്നു, അത് ഊരിയെടുത്തു. അല്ല പിന്നെ വണ്ടി ഇനിയിപ്പോൾ ഇവിടെ വെച്ച് നജീബിക്ക് ഷനൂബിക്കൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പുള്ളി നോക്കി ചെയ്തു തരാമെന്ന് പറഞ്ഞത് വണ്ടിയുടെ കേസ്. അപ്പം തുറക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബെഡ് റെസ്റ്റ് വേണം. അതുകൊണ്ട് ഓവർ നിൽക്കാനൊന്നും പറ്റില്ല. ഇതൊന്നും തുറക്കൂലല്ലേ? ജാമായിപ്പോയി. ജാമ ആണോ? അവിടെ തുറക്കാൻ പറ്റൂല സെബി? ഇവിടെ തുറന്നു കേട്ടോ. എന്തൊക്കെ പ്രതീക്ഷയായിട്ട് യാത്ര തുടങ്ങിയതാ. ഓ ഇതൊക്കെ അടിച്ച് ഉണ്ടയായിപ്പോന്നെ. ഈ പീസ് അടിച്ച് ഉണ്ടയായി. ഓ സാറേ, പിന്നെ എങ്ങനെ എൻ്റെ നടുവ് ശരിയാവും സാറേ? സാറേ പിന്നെ എങ്ങനെ എൻ്റെ നടുവ് ശരിയാവും? ഫ്രണ്ടിലേക്ക് ബുക്ക് ചെയ്തടാ. എങ്ങനെയാന്ന് നോക്കാലോ അടി കിട്ടിയത്. ആ ഡോറ് തുറക്കുമല്ലേടാ? ഓ ഇത് ശരിയാക്കാൻ പറ്റില്ല, ഇത് ഉണ്ടായിപ്പോയി വണ്ടി. ആ ബാറ്ററി പൊട്ടിപ്പോയതാണോ നോക്കിയേ. പ്രിൻസേട്ടൻ ഇന്നലെ പൊട്ടിയെന്ന് പറഞ്ഞായിരുന്നു. പൊട്ടിയോ? ബാറ്ററി പൊട്ടിപ്പോയോ? അടി കിട്ടി. ഇത് പൊക്കിക്കാടാ. അപ്പൊ ആ അടി അമ്മയുടെ അടി വന്നു കേട്ടോ. എനിക്ക് അവിടുന്ന് ലിബിന്റെ അടിയാടാ. ലിബിന് ഇവിടെയാടാ കൈ അടിച്ചേ. ലിബിന്റെ കൈ ഇവിടെ അടിച്ചേ. അവിടെ കമ്പി അല്ലേടാ സെബിനെ. അപ്പൊ എന്റെ എവിടെ തോളത്ത് എവിടെ വന്നേ നോക്കട്ടെ. ഇങ്ങനെ വന്നു കേട്ടോ. ഓ ഞാൻ അടിച്ച എന്റെ സീറ്റ് ഉണ്ടായിപ്പോയി. ഓ ഇങ്ങനെ പോയല്ലേ സാറേ? ഇതൊക്കെ പൊട്ടി കേട്ടോ. ഇത് കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയി. ഇത് കണ്ടോ, ഇതേ ഈ കാണുന്ന സാധനം കണ്ടോ, ഇതൊക്കെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഇതേ ഓ ഇതൊക്കെ പൊട്ടിപ്പോയി സാറേ. സാറേ ഇതൊക്കെ പോയി. ഇത് പോയി, ഗിയറൊക്കെ പോയി. ഗിയറൊന്നുമില്ല. ഹാൻഡ് ബ്രേക്ക് ഇതേ കിടക്കുന്നു. ഇതാ സബിൻ്റെ ഒക്കെ സ്വിച്ച് ആയിരുന്നു. ഇതേ ഒരു ആപ്പിൾ. ഈ ആപ്പിളാണ് അപ്പനും അമ്മയും ഒച്ച വെക്കണം എന്ന് പറഞ്ഞത് ലിബി എടുത്തു കൊടുത്ത 2 ആപ്പിള്. ഈ ഒരു കടി കടിച്ചപ്പോഴാണ് വണ്ടി ഇടിക്കുന്നത് കേട്ടോ. സത്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇതേ ഞാൻ ഇങ്ങനെ അപ്പം പിന്നെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഇവിടെ ഇടി കിട്ടി കേട്ടോ. ആ ഇടിയിടിയാണ് എൻ്റെ ഈ കാണുന്ന നടുവിലിപ്പം ഈ ബെൽറ്റ് കിടക്കുന്നത്. ആരാ സെബിന വലിച്ച സാറേ? ഇതാ എന്നാലും തിക്കി നോക്കിയാലോ? ആണോ? ഇത് പൊട്ടിപ്പോയിട്ടോ. എൻ്റെ കാലിൻ്റെ അടി കൊണ്ടിട്ട് ഇത് കണ്ടോ, ഇത്രയും ഭാഗം അടിച്ച് പൊട്ടിപ്പോയി. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടം പൊട്ടിപ്പോയി. ഇത് കണ്ടോ, ഇത് ഈ ഭാഗങ്ങളൊക്കെ പ്രശ്നം. അതൊക്കെ അടിച്ച് ബെൻഡായിപ്പോയി. ഇത് ഇവിടെ പൊട്ടി. ഇതെന്നാ സാർ സംഭവിച്ചേ? ഓ ഇത് ഒടിഞ്ഞു പോയി. ഇത് ഒടിഞ്ഞു പോയിട്ടോ. ഓ ഇത് പോയി. ഓ ഇങ്ങനെ ഇത് വളഞ്ഞു പോയല്ലേ?
ഓ ഇത് ഒടിഞ്ഞു പോയി. അപ്പൊ എൻ്റെ ശരീരം എൻ്റെ ഈ വയർഭാഗം അടിച്ച് ഇതിലിട്ടാ. അപ്പുറം നിന്ന് കഴിഞ്ഞാൽ അഭിരാമിക്ക് സാറേ അഭിരാമിയുടെയും അതേപോലെ തന്നെ സംഭവിച്ചു. ഡാഷ്ബോർഡിലേ അതേപോലെ തന്നെ സംഭവിച്ചു. ഇവിടെയൊക്കെ വണ്ടിയുടെ ഉള്ളിലെ പ്ലേ ആണ് നമുക്ക് പണി കിട്ടിയത്. ഇതൊക്കെ പൊട്ടി തകർന്നു പോയിട്ടോ. അത് ഇതൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇതാ ഇത് കണ്ടോ, ഇതൊക്കെ പോയിട്ടോ. ഇതേ ഇത് പൊട്ടി. പിന്നെ അതേപോലെ തന്നെ ഇതെന്നാ മരുന്നുകളെ എണ്ണ ഇതടിച്ച് കയറിപ്പോട്ടെ. അപ്പോൾ അഭിരാമി കൊച്ചി ഇവിടെ ഒരു ബ്ലഡിൻ്റെ ഒരു സാദൃശ്യം കാണുന്നുണ്ട്. അതവളെ കാലിൻ്റെ മുട്ട് കൊണ്ടാട്ടോ ഈ കാണുന്നത്. ഇത് കാൽമുട്ട് കൊണ്ടോ ശരിയാ. ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട്. ഇത് കണ്ടോ, ഈ പൊട്ടൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ ആ ഒരു ഡാഷ്ബോർഡ് തള്ളി വന്നതിൻ്റെ പൊട്ടലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണുള്ള സാധ്യത കൂടുതൽ. ആ പൊട്ടലതാ ഈ ഡാഷ്ബോർഡ് ഫ്രണ്ടിലേക്ക് വന്നല്ലോ. മീറ്ററൊക്കെ ഉണ്ടേ പോയി സാറേ. അത് തന്നെ സാറേ. അനങ്ങൂല കേട്ടോ. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നല്ല കിട്ടിയ എവിടെ നിന്നാണ് വന്ന വണ്ടി? സെബി എവിടെ നിന്നാണ് വണ്ടി പോയേ? ഇവിടുന്ന് എവിടെ നിന്നങ്ങനെ പോയ വണ്ടി? ഇവിടുന്ന് വണ്ടി പാളിപ്പോണ്ട ഒരു കാര്യമില്ല. എനിക്കറിയില്ല. റോഡല്ലേ അവിടെ അടി വീണേ. ഇതാ ഫ്രണ്ട് കേട്ടോ. വളരെ കഷ്ടം. എഞ്ചിൻ എന്തിയാടാ? അറിയില്ലേ ചേട്ടാ, എൻ്റെ 2 ചെരുപ്പുണ്ടല്ലോ ആംബുലൻസിൽ. ഞങ്ങളെ കൊണ്ടോ. കറക്റ്റ് സമയത്താണ് ആളെത്തിയത്. ഇദ്ദേഹമാണ് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ. പേര് പറ. സജി എന്നാണ്. അതായത് ഇവിടെയാണ് ഞാൻ വീണ് കിടന്നത്. അപ്പം തന്നെ സേവാഭാരതിയുടെ വണ്ടി ഇവിടെ വന്നു. അപ്പം തന്നെ എന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പം തന്നെ ഇവിടെയുള്ള വേറൊരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ പേരിനാ എൻ്റെ ഒരു കാറിൽ കൊണ്ട് അറിയാവോ? കാറിൽ കൊണ്ടുപോയത് ബഷീർ. ബഷീർ എന്ന് പറഞ്ഞ പുള്ളി അല്ലേ? ബഷീറിന്റെ കാറാണ്. ബഷീർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ കാറിലായിരുന്നു. അങ്ങനെ 2 വണ്ടിയിലാണ് ഞങ്ങളെ കൊണ്ടുപോയി. ഇവിടെയായിരുന്നു ഞങ്ങൾ കിടന്നത്. നിങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ? ഏത് അതോ? ഗൈസ് പുള്ളിയുടെ വീട് ഈ തൊട്ടടുത്താണ്. പുള്ളിയാണ് എന്നെ ആശുപത്രി കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ. ഇവിടെയാണ് ആ കറക്റ്റ് അടി. ഇതുണ്ടോ ആ കറക്റ്റ് അടി ഇവിടെയാണ് കേട്ടോ. എവിടെ വന്നെന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റ് പിടുത്തം കിട്ടുന്നില്ല. എൻ്റെ വണ്ടിയുടെ എഞ്ചിനൊക്കെ അടിച്ച് താഴെ ഇറങ്ങിപ്പോയിട്ട് ആ ഒരു മെയിൻ പില്ലർ പോയിട്ട്. ഇത് കണ്ടോ, ഇതാണ് ആ മെയിൻ സാധനം. ഇതിനടി കിട്ടിയായിരുന്നതിൽ ഇത്രയും കയറി വരൂല. എന്നിട്ട് അടി നോക്കി അടിച്ചു ഉണ്ടായി സാധനമൊക്കെ. അതെ ഒടിഞ്ഞു പോയി കേട്ടോ. ഇത് ഉള്ളിലേക്ക് പോയി എഞ്ചിൻ ഭാഗം. ഇത് കണ്ടോ എഞ്ചിൻ ഉള്ളിൽ കയറി കേട്ടോ. ഇതാ എഞ്ചിൻ അടിച്ച് ഉള്ളിൽ കയറിപ്പോയി. പിന്നെ ഇത് എയർ ഫിൽറ്ററാണെന്ന് എൻ്റെ വിശ്വാസം. എയർ ഫിൽറ്ററൊക്കെ ഇങ്ങ് പോകുന്നു. വണ്ടി ഇത്ര ഉണ്ടായിരുന്നു ഇവിടം വരെ. അത് അടിച്ച് ഇത്രമായി. ഹാഫ് പോയി. ഹാഫ് പോയിട്ടോ. ഹാഫ് അടിയിട്ട് ഈ സൈഡിന് അടി കിട്ടിയ ആ വണ്ടി എന്താ പറയുക ഇച്ചിരി പൊങ്ങിയ വണ്ടി ആയതുകൊണ്ട് കറക്റ്റ് എൻ്റെ മേളിൽ വന്നിട്ട്. എന്തൊരു ലുക്ക് വണ്ടിയായിരുന്നു. നല്ല ഐശ്വര്യമുള്ള ഒരു സൗന്ദര്യമുള്ള വണ്ടിയായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. 4 ടയറ് പുത്തൻ ടയറാ. പുത്തൻ ടയറ്. എന്താണ് കാരണമെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കെട്ടി വലിച്ച് മാറ്റിയിട്ടാ കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ എവിടെയെങ്ങാനും ആയിരുന്നു. ഇനിയിപ്പോൾ ഇവനെ കാണാൻ പറ്റൂല കേട്ടോ. അത് കഴിഞ്ഞു. ചേട്ടൻ്റെ ആംബുലൻസിൽ എൻ്റെ 2 ചെരുപ്പുണ്ടാകും. ചേട്ടനെ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ. പോയിട്ട് വാ. ഇതൊക്കെ അതിൽ വിടുവോ? ഇല്ല വാ പോയിട്ട് വാ. ഈ മനുഷ്യനുള്ളതുകൊണ്ടാട്ടോ ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയേ. അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനമായിരുന്നു. കാരണം പടയെന്നും പറഞ്ഞ് എന്തെത്തി, അതായത് ആംബുലൻസ് എത്തി. ഹായ് ഗൈസ്, ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഈ ഒരു സ്പോട്ടിൽ അടി വീണു കേട്ടോ. ആ ഒരു സ്പോട്ടിൽ എത്രയോ പെട്ടെന്ന് ആൾക്കാർ കൂടിയെന്നറിയോ. എൻ്റെ വണ്ടി ഇങ്ങനെ കണ്ടതിൽ വളരെ വിഷമമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊരു വണ്ടി ഇടിക്കുന്നത് കേട്ടോ.
ഇങ്ങനെ അടിച്ച് ഇങ്ങനെയായിപ്പോന്ന് ആദ്യമായിട്ട് എൻ്റെ ചരിത്രത്തിൽ. എൻ്റെ കൊച്ചിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഉടുപ്പാട്ടത്. പാവം നോക്കിയേ, ഫുൾ ബ്ലഡായി പോയി. ടർക്കി ഓൾസോ പോയി. ആ ഇന്ത്യയിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നീറ്റ് വണ്ടിയായിരുന്നു. എനിക്ക് ചെറിയ പൈസക്ക് നീറ്റ് വണ്ടി ഒരു പത്തനംതിട്ടക്കാരൻ തന്നാണ്. എടാ സേബിനെ, ആ കൊച്ചിൻ്റെ പ്ലേറ്റിങ് എടുക്കാൻ പറ്റുമോടാ? നീ ഒന്ന് ഫുള്ള് കയറിയിട്ട് ഇനി എന്തെങ്കിലും കൂടെ ഉണ്ടോയെന്ന് നോക്കിയേ. ഇതിൽ കയറി എന്തെങ്കിലും കൂടെ ഉണ്ടോയെന്ന് നോക്കിയേ, കയറിയിട്ട് എടുക്കാൻ പറ്റിയത്. കിട്ടി, എൻ്റെ ചെരുപ്പ് കിട്ടി. സന്തോഷം. പൊക്കോട്ടെ, ഞങ്ങൾ പൊക്കോട്ടെ. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളിവിടെ ഒന്നും വന്നായിരുന്നു കേട്ടോ ചോദിക്കാണ്ട്. ഇതൊക്കെ കണ്ടു നിന്നവരും പിന്നെ ഇവിടെ ചെടി നനയ്ക്കാൻ വന്നവരൊക്കെ. ഇവിടെ ഞാൻ കിടന്നതെന്ന് വിശ്വാസം. ഇവിടെ ക്യാമറയുണ്ട്. ഇവിടെ നിന്നാട്ടോ ഞാൻ പോയേ. ഇതിൽ ഞാൻ വണ്ടി ഓടിച്ചു. ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതേ കിടക്കുന്നു. പോടാ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇടിച്ചതെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. ഇവിടെ നിന്നാണ് പാളിപ്പോയെ. ഓഫ്, പെട്ടെന്ന് കണ്ടോ സാറേ, ഇവിടെ ഇത്രയും വീതി ഉണ്ട്. പെട്ടെന്ന് ഇവിടെ നിന്ന് വീതി കുറഞ്ഞുണ്ടോ. ഇങ്ങനെ പഫ്ലി റോഡാട്ടോ. പിന്നെ അത് മാത്രമല്ല, അന്ന് നല്ല മഴയുണ്ടായിരുന്നു. മഴ മീൻസ് ആ ഒരു ശക്തിയായ മഴയല്ല, ആ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി തെന്നിപ്പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇടിക്കുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇതേപോലെ ഊരിയിട്ട് താഴോട്ട് വീഴുന്നതും ഹോസ്പിറ്റൽ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ആ ചവിട്ടി തെന്നി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയുള്ള സമയം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇടിക്കുന്ന എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ ടൈറ്റ് പിടിക്കുന്നതൊക്കെ. ഇതൊക്കെയാണ് ഇവിടെ വേദന. ഒരു ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ആ വണ്ടി പോലെ അത്ര ഇഷ്ടമായിരുന്നു എനിക്ക്. ആ വണ്ടി എനിക്ക് ഒത്തു കിട്ടിയ നമ്പറായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പത്തനംതിട്ട രജിസ്ട്രേഷൻ. കാരണം ആദ്യത്തെ എൻ്റെ രാശിയുള്ള വണ്ടി പത്തനംതിട്ട രജിസ്ട്രേഷൻ ആയിരുന്നു. രണ്ടാമത്തെ ആ പത്തനംതിട്ട രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിധിച്ചിട്ടില്ല. അപ്പോൾ അത് പോയി. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമേ ഇല്ല. പപ്പ ഇപ്പം വിളിച്ചു കേട്ടോ. പപ്പ ഇപ്പം സേന വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബേക്കിൽ ഒരു ചെടി വെച്ചിട്ടുണ്ട്, അത് എടുത്തു തരാമെന്ന്. സാറേ, പുള്ളിയുടെ മനസ്സ് മൊത്തം ആ ചെടിയിലാട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ റാംബോയുടെ കാര്യം സാറേ. പാവം അതുങ്ങളൊക്കെ നമ്മൾ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ? അതിനെ നമ്മൾ ഹോസ്റ്റലാക്കി നമ്മൾ 10 ദിവസം കൊണ്ട് വരുമെന്നൊക്കെ പ്രതീക്ഷിക്കും. ഇപ്പൊ എത്ര ദിവസമായി അല്ലേ? അതുങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും നമ്മൾ വരുന്നതൊക്കെ ആലോചിച്ചേ. ഇതെല്ലാം പറ്റിപ്പോയിരുന്നതിലൊക്കെ എല്ലാവരും ദൈവാനുഗ്രഹം കേട്ടോ. പോലീസ് അങ്ങോട്ടാ പറന്നു വന്നേ? അങ്ങോട്ടാണോ അറിയില്ല കേട്ടോ. അയ്യോ, അതൊക്കെ എന്തൊരു ദൈവാനുഗ്രഹമാണ് സത്യത്തിൽ. അതല്ലേ പറ്റുള്ളൂ. അതെ, ഐസ് ഡിസ്ചാർജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. മൊത്തം എത്ര ബില്ല്? മൊത്തം 21. 21 ലക്ഷം. 21 ലക്ഷമോ? 21,000 അടയ്ക്കണം. നമ്മൾ അടയ്ക്കണം. മൊത്തം 2,60. ഇത് നമ്മുടെ ക്യാൻറ്റീൻ. ഇൻഷുറൻസ് പൈസ 11,000 രൂപ ക്യാൻറ്റീൻ ബില്ല്. ക്യാൻറ്റീൻ ബില്ല് ഇത് വേറെ 11,160 സംതിങ് ക്യാൻറ്റീൻ അത് കൊടുത്തു. ഇപ്പൊ ഈ മൊത്തം നമ്മളെ ഇത്ര 5 പേർക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ എത്ര ചെലവായി? ഏകദേശം 3 ലക്ഷം രൂപ മൊത്തം ഇൻഷുറൻസ് അടക്കം. എത്ര? 3 ലക്ഷം രൂപ മൊത്തത്തില്. 3 ലക്ഷം. ഞാൻ പറഞ്ഞില്ല 3 ലക്ഷം. അത് കൂടാതെ ഇനി ബാക്കി എത്രയാ കൊടുക്കണ്ടേ? അല്ല, മൊത്തം 3 ലക്ഷം. ഇൻഷുറൻസ് 2,60,60,000 രൂപയുടെ അടുത്ത് കിട്ടി. 21,000 രൂപ അടയ്ക്കണം. 21,000 രൂപയില് നമ്മുടെ ഓരോരുത്തരുടെയും പൈസ സെപ്പറേറ്റ് തരാം. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് പോലെ പോകും സാറേ? അതെ, ഫസ്റ്റ് വന്നപ്പോ 220 രൂപ നമ്മുടെ എന്ത് കാഷ്വാലിറ്റിയുടെ ഇതടക്കം കൂട്ടിയിട്ട് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് എനിക്ക് 1000 രൂപ. എക്കണോമിക്കലി കുറഞ്ഞു. പക്ഷെ ഇൻഷുറൻസ് തുകയിൽ ഏറ്റവും കുറവ് മമ്മിക്കാണ്. മമ്മിക്കാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. എത്രയാന്ന് ഓർമ്മയില്ല. ലിബിയുടെ ബില്ല് എത്രയാണ്? ലിബിന് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം. 1.40 ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് അത്ര ബില്ല്. നമുക്ക് സംസാരിക്കാം. നമുക്കൊന്ന് ഇൻഷുറൻസിൽ കയറി സംസാരിക്കാം. നിങ്ങളില്ലാണ്ട് ഞാൻ എങ്ങനെ സംസാരിക്കാന്ന് വെച്ചിട്ട്. അറബികൾ വരുന്നുണ്ട്. ഇവിടെ അറബിയിൽ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ബില്ല് കൊടുക്കാൻ വേണ്ടി കൊടുക്കട്ടെ. പേര് ജാസിം. ഇന്നലെ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നുണ്ടോ. ഇവർക്കൂടെ ഹോട്ടലുണ്ട്. എൻ്റെ പേരെന്നെ ബ്രദേഴ്സ് ബേക്കറി. ബ്രദേഴ്സ് ബേക്കറി. അപ്പോൾ ഇന്നലെ നല്ല മന്തി സാധനം കൊണ്ടു തന്നു. ഇതിൻ്റെ ബില്ല് ക്യാൻറ്റീൻ ബില്ല് ഏകദേശം ക്ലോസ് ആക്കി. അബുരാമി അവിടെ ഇപ്പം മറ്റേ ഇത് എന്നായിരുന്നു നമ്മുടെ ഇൻഷുറൻസിൻ്റെ ബാലൻസ് എമൗണ്ട് ഉണ്ട്, കൺസ്യൂമബിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്
21,000 സംതിങ് രൂപയുണ്ട്. അത് അടയ്ക്കുന്നുണ്ട്. മൊത്തം ടോട്ടൽ 3 ലക്ഷത്തി സംതിങ് അല്ലേ? ഇൻഷുറൻസിൽ നേരെ ഒരാളെ കാണാൻ വേണ്ടി മേലേക്ക് പോകുന്നത്. മേളിൽ പുള്ളി വന്ന് നിൽപ്പുണ്ട്. ഇങ്ങനൊരു കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അതും ഇവിടെ വെച്ച് അമേരിക്കയിലോ കാനഡ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് പെരിന്തൽമണ്ണയിലെ കിംസിലാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഗൈസ് ഫൈനലി ഞാൻ റൂമിലെത്തി. ഞാൻ താഴെ എന്ന് പറഞ്ഞില്ല ഒരാളെ കാണണമെന്ന്. ഞങ്ങൾ അമേരിക്കയിലോ കാനഡയിലോ വെച്ച് കാണാമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ കണ്ടത് ഹോസ്പിറ്റലിൽ വെച്ച്. അതായത് നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ലിജിൻ ചേട്ടൻ, നമ്മുടെ USA എന്ന് പറയുന്നത് നമ്മുടെ ലിജിൻ ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുമായിരുന്നു USA അല്ലെങ്കിൽ എവിടെയായിരുന്നു, കാനഡയിലോ അവിടെ യൂറോപ്പിലോ അവിടെ ഇടയിലൊക്കെ വെച്ച് കാണാൻ. പക്ഷേ യാദൃശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ടത്. ചേട്ടനാണ് നമ്മുടെ യാത്രയുടെ പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറ്. നമ്മുടെ ചൈനീസ് യാത്ര ആയിക്കോട്ടെ, നമ്മൾ ഇൻ്റർനാഷണൽ യാത്ര തുടങ്ങിയപ്പോൾ പോലെ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഓ ഗൈസ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അമേരിക്കയിലോ കാനഡയിലോ അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാം. എന്നോട് എപ്പോഴും പറയും വിസ കിട്ടിക്കഴിഞ്ഞാൽ നീ പറയണം, ഞാൻ ടിക്കറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് തരാം, വരണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ കാനഡ വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഇരുന്നാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, യൂറോപ്പ് കഴിഞ്ഞിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ലിജിൻ ചേട്ടനെ ലാസ്റ്റ് കിംസി വെച്ച് കണ്ടുകൊട്ടി. നിങ്ങൾ വിചാരിച്ചാണോ? ഞാൻ ഒരിക്കലും പ്രസ്തുതേ അല്ല. വീടിന്റെ അടുത്താണ് ഇവിടെ. ലിജിൻ രാജ് അങ്ങനെ യഥാർത്ഥ പേര്. ഈ പ്രാവശ്യം നമ്മള് സെബിന് ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാനുള്ള എല്ലാ സാധനം അയച്ചു കൊടുത്ത് നമ്മള് വിസയുടെ വെയിറ്റ് ചെയ്തെല്ലാം നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ പൊന്നെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരുന്നോ ലാസ്റ്റ്. പക്ഷെ ഇതിപ്പം പിന്നെ എല്ലാം ഡിലേ ആയല്ലോ. ഇനിയിപ്പോ എന്തായാലും ഒരു 10-15 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. എന്നാ രാവിലെ ഇന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇപ്പൊ ഒരു ഉച്ചയായപ്പോ അത് കുറച്ചധികം എക്സസൈസ് ചെയ്തു പെട്ടെന്ന് കഴിച്ചിട്ടാവാൻ വേണ്ടിട്ട്. ഇതാ സാറ് ആ സ്റ്റിക്കർ ഊരുണ്ടാ ഓപ്പറേഷൻ ചെയ്തെന്ന് പോലും മനസ്സിലാവൂല. അതിനാ അമ്മായി വെച്ചാൽ മഴ നനയില്ല, കുളിക്കാം, അലക്കാം, എന്ത് വേണേലും ചെയ്യാം. അലക്കത്തില്ല, കുളിക്കാം. വേറെ ആൾക്ക് നിങ്ങളുടെ സ്ഥലക്കാന്നാണ് ഉദ്ദേശിച്ചത്. ഇതാണ് മറ്റേ പിന്നെ USA. ഇതിന് ഒരെണ്ണത്തിന് 1000 രൂപ. ഇതാണ് നമ്മളെ മറ്റേ പേശിവലിവ് വേദനയൊക്കെ വരൂലേ ഈ ഫുട്ബോൾ കളിക്കാര് ഒക്കെ ക്രിക്കറ്റുകാരൊക്കെ ഒട്ടിക്കുന്ന പാച്ച്. എത്ര? 3 ദിവസം വാലിഡിറ്റി. 1000 രൂപയോ? ആ യൂസിലൊക്കെ ഉണ്ടാവും. കളിക്കാരൊക്കെ ഒട്ടിക്കുന്നത് കാണുന്നില്ലേ? അങ്ങനെ ലിവിനൊരു പച്ചക്കളീനെ ഇവിടെ നൈസാക്കാൻ നോക്കിയതാ. ഊമ്പിപ്പോയി അവസാനം. ഷേർലി മൊത്തം ഏതാണ്ടൊരു ഡിസ്ചാർജ് ഒക്കെ ആയി. ബില്ലൊക്കെ ഏകദേശം ക്ലോസ്ഡ് ആയി. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇറങ്ങാമായിരിക്കാം. എല്ലാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. ലിവിന് ഏതാണ്ട് 11,000 രൂപ ക്യാൻറ്റീൻ, 21,000 രൂപ ഓപ്പറേഷനൊക്കെ ഉപയോഗിച്ച ക്ലോത്ത്, പിന്നെ അതുപോലെ ഗ്ലൗസ്, ഡിസ്പോസിബിൾ സംഭവങ്ങൾ, അതെല്ലാം എല്ലാവരുടെയും കൂടെ ഇത് എല്ലാം കൊടുത്തു. ക്ലോസ് ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്തു. അതങ്ങനെ വരും. പിന്നെ അതേപോലെ തന്നെ അമ്മയ്ക്കാണ് ഏറ്റവും കുറവ് ബില്ല് വന്നത്. നിന്റെ അഭിരാമിക്ക്. ആ പിന്നെ ഏറ്റവും നിന്റെ 1.20 ഓപ്പറേഷൻ 1.40 ഓപ്പറേഷൻ. നമ്മൾ പ്രതീക്ഷ ഒരു 6,000 രൂപയാണ്. അത്രയും വന്നില്ല. പക്ഷെ അത്രയും വന്നില്ല കേട്ടോ. വിചാരിച്ച അത്ര എക്സ്പെൻസീവ് ഇല്ല. കയ്യിലെ സാധനം ഊരുന്നു. സിസ്റ്ററിന് ഇപ്പം നമ്മളോട് സ്നേഹമാണ് ദേഷ്യമാണ് ഇപ്പൊ അറിയാം. എന്നാ കണ്ണി കൂടെ പൊന്നിച്ച് കൊടുക്കും. സിസ്റ്റർ
പ്ലാസ്റ്റിക്കാ. പ്ലാസ്റ്റിക്കാ. അങ്ങനെ അത് ഊരി സിസ്റ്റർ ഈ സ്നേഹബാൻഡും കൂടി ഊരിയാലും എന്നാലും പുറത്തു പോകാലോ. മൈക്കിളിന്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. മൈക്കിളെ ഊരിക്കളയാലോ. പിന്നെ സാനിറ്റൈസർ ഉണ്ട് കേട്ടെ. ആ അത് അവിടെ വന്നിട്ടുണ്ട് സൈനിങ്. മൈക്കിൾ ടാറ്റ പോവാ. പോവാണോ? അയ്യോ അല്ല വണ്ടിയോ ബസ്സിൽ പോവാം. ഒന്നും കൊണ്ടുവിടെ ബസ്സുണ്ടോ വിജേട്ടാ? ഞാൻ വരാം കേട്ടാ. അല്ല ഇത് മമ്മി എവിടെയാന്ന് കൊണ്ടുവിട്ടാ ടാറ്റ കാണാട്ടോ. എല്ലാവർക്കും ടാറ്റ കൊടുക്കുക. മുഴുവൻ ഒപ്പിട്ട് മേടിക്കണം കേട്ടോ. എല്ലാം എഴുതി മേടിക്കാൻ മൈക്കിളിരിക്കുന്ന സാറേ. മൈക്കിള് മൈക്കിൾ ആ 10 രൂപ റിമോട്ട് ആണോ വലിയ കാറിന്റെ കീ ആണോ വേണ്ടേ? വണ്ടിയിൽ കൊണ്ടുപോവാ. വണ്ടിയെ കൊണ്ടുപോകാൻ അവന് പരിചയക്കാരുണ്ട്. മൈക്കിളിന്റെ നമുക്ക് 1.5 കൊട്ടയാ. മൈക്കിളെ പോവാ പോവാം പോവാം. താങ്ക് യു. സത്യം പറഞ്ഞ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആകുമ്പോൾ ഒരു സന്തോഷം, അതൊരു വല്ലാത്ത സന്തോഷമാണ് അല്ലേ? ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ മനസ്സിന് ഭയങ്കര 3 ദിവസം മുമ്പ് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങേണ്ടത് നമ്മളാ. പരിപാടി കിടന്നുറങ്ങില്ല. ഒരു ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിലെത്തണ്ട അല്ലേ? സത്യം നമ്മൾ ഒരിക്കലും വിചാരിച്ച അൺഎക്സ്പെക്ടഡ് ആയിപ്പോയി. ഒറ്റ കുഴപ്പമുള്ളൂ. ഒരു വേറെ ഉറപ്പ് വരില്ല. ഇല്ല ഞാൻ എല്ലാം വേറെ ഒപ്പിട്ട് കൊടുക്കും. എല്ലാം വായിച്ചാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ദൈവത്തിനറിയാം കൊറേ ഒപ്പിട്ടിപ്പിച്ചിട്ടുണ്ട് സാറേ. വിശ്വസിച്ച് നാളെ കിഡ്സിന്റെ പുതിയ ബ്രാഞ്ച്. അല്ല ഞാൻ പറയട്ടെ, അക്കൗണ്ടിലാകെ 100 രൂപയുണ്ട്, ഞാനുണ്ട്. ഇതുകൊണ്ട് എന്തായാലും അതെ എന്റെ കഴിയുമ്പോ ചോര ആക്സിഡന്റ് ചെറിയൊരു പീക്ക് കുറഞ്ഞ സാധനം. CHCOയോ കെമിസ്ട്രി ചെയ്ത ബയോളജി. ഇനി ഞങ്ങളെ കൊണ്ടുള്ള തലവേനയല്ലോ സിസ്റ്റർ. 5 റൂമുണ്ട്. ഇവർ ഏത് റൂമിലും നമ്മളെ കാണും. ഒട്ടിക്കണോ സാർ? രണ്ടുപേരുന്നില്ലേ ഒട്ടിക്കുന്നത്? വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എത്ര പൈസ ഫൈനലി ഞങ്ങളുടെ USA തിരിച്ചു പോവാണ്. ടാറ്റ ടാറ്റ. ഇനി നമ്മൾ US വെച്ച് കാണാം. ഇനിയെങ്കിലും USA. ഇനി USA വെച്ച് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെങ്ങനെ എത്തി ഒളിഞ്ഞിരിക്കുന്നേ? പോവല്ലേ? മീറ്റ് കേട്ടോ. ഓക്കെ മീറ്റ് ഒക്കെ ഇവിടെ ഇടിച്ചോ. ഈ കയ്യിൽ ഇടിച്ച പണിപാളി. ഓക്കെ കേട്ടോ ഗൈസ്. എന്തായാലും ചട്ടയന്മാർ പോവാണ്. 3 ദിവസത്തേക്ക് അവർ വന്നാ കേട്ടോ. ഓക്കെ ബൈ 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 ബൈ. നാളെ കഴിഞ്ഞ് പോകും കേട്ടോ. ഇങ്ങനെയല്ലേ പോകുന്നേ? ഓക്കെ ഓക്കെ ഗൈസ്. അമേരിക്ക വെച്ച് കാണണമെന്ന് വിചാരിച്ചാണ്. നമ്മളെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേപ്പർ വർക്കും എല്ലാം എന്തൊക്കെ രീതി ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനല്ലേ?
ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പുള്ളി. എന്തായാലും വന്നല്ലോ, സന്തോഷം അല്ലേ? ശരിക്കും സർപ്രൈസ് ആയിപ്പോ അല്ലേ? ആ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. 3 ദിവസത്തേക്ക് വന്നു. 3 ദിവസത്തേക്ക്. എന്നെ കൊല്ല ചെയ്യുന്നേ. പോവാ മൈക്കിളെ, നമുക്ക് പോവാ മൈക്കിളെ, പോവാ. പുതിയ സ്റ്റെപ്പാണല്ലോ. ഇവന്റെ പേര് നമ്മൾ മാറ്റി, മൈക്കിൾ മാറ്റി, ചോട്ടം മൈക്കുന്നാക്കി. എന്നെ കാണിച്ചേ. നമ്മുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കുവാണ്. റൂം വെക്കേറ്റ് ചെയ്യുകയാണല്ലോ, അപ്പം ഓരോന്നായിട്ട് ഇനി കയറ്റണം കേട്ടോ. എടുക്കാമേ, സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ചു. അവളെ ചെക്ക് ചെയ്യട്ടെ. അപ്പുറമല്ല, ഇവിടെയാണ് സാധനം കൂടുതൽ. ചേട്ടാ ഇങ്ങോട്ട് വരട്ടെ, വണ്ടി വരട്ടെ, എല്ലാം ചെക്ക് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. എന്നിട്ടോ ആണോ? ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. അതെ, ഒരു ബാഗ് ഓരോ ബാഗുകൾ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലായിടത്തും പോയി ചാർജറുകൾ നോക്കടി. അല്ല, ഇതുകൊണ്ട് പോകണ്ട കേട്ടോ, നമുക്ക് അപ്പുറത്തെ സാധനം എടുക്കാണ്ടേ, അത് എടുത്തിട്ട് പോകാം കേട്ടോ. നോക്കൂ, ഈ കാണുന്നത് ജംപ് സ്റ്റാർട്ടർ കേട്ടോ. അതായത് നമ്മുടെ വണ്ടി വഴിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാറ്ററിയോടുള്ള ജംപ് സ്റ്റാർട്ടർ. ചേട്ടനോട് കൊല്ലമല്ലേ? കൊല്ലം. ചേട്ടൻ്റെ പേരെന്നാ? മുഹമ്മദ് ഹാഫീസ്. അപ്പം പുള്ളി എനിക്ക് കൊണ്ടുതന്നാണ് ജമ്പർ. വണ്ടി വഴിക്കായി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാനുള്ള ഹമ്മറിൻ്റെ സാധനമാണ്. പുള്ളി ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഞാൻ കൊണ്ടുപോകും. ഞങ്ങളുടെ വണ്ടി ഏറ്റവും കൂടുതൽ വഴിക്കാനുള്ളതാവുക. യാത്ര ചെയ്യുന്നുള്ള റെക്കോർഡല്ലല്ലോ നമുക്കുള്ളത്, വഴിക്കാതെ എന്നുള്ള റെക്കോർഡാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ് സാധനം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാൻ പറ്റും സാധനം. ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല ഇതിൻ്റെ അകത്താണ് മറ്റേ ആ ഒരു സാധനം വരുന്നത്. ഇതുണ്ടോ, ഇത് ബാറ്ററിയാണ്. ഇതിൻ്റെ അത് ബാറ്ററിയാണ്. ഇതിൻ്റെ ഔട്ട് എടുക്കും, എന്നിട്ട് അതിൻ്റെ ഇത് തന്നെ ഇതാണ് സാധനം. ഇത് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതുണ്ടോ, ഇത് നേരെ ബാറ്ററിയൊക്കെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഇത് നമുക്ക് ചാർജ് ചെയ്യാം അല്ലേ? ഇതാണ് സാധനം. ഇത് നേരെ നമ്മളുടെ വണ്ടിയിലേക്ക് പ്ലഗ് ചെയ്താൽ ഒരു ബസ്സൊക്കെ സ്റ്റാർട്ടാവും, നമ്മുടെ ബസ്സൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഇത് ഓണാക്കുന്നത് കേട്ടോ. ഇത് ഓണാക്കുന്നു, ലൈറ്റൊക്കെ എത്തും. ഇതെങ്ങനെ ലൈറ്റൊക്കെ എത്തുന്നതിൻ്റെ ഓപ്ഷൻ ഞെക്കി പിടിക്കാം. ഇതെങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് മതി. ഒന്നും കൂടെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ കൊള്ളാലോ. വഴിയിലൊക്കെ വണ്ടി വഴിക്കായി കഴിഞ്ഞാലേ എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാലേ അത് വെള്ളയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉപകാരം. ഇത് നല്ല അടിപൊളി സാധനമാണ്. ഇത് നമുക്ക് യാത്ര ഉപകാരപ്പെടും. വെരി താങ്ക്സ്. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോകും? വണ്ടിക്കകത്തോട്ട് കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോകുന്നതിന് ഇത് പിന്നെ ഇവിടെ ഈ ചാർജിങ് ഉണ്ടല്ലേ? ചാർജിങ് ഉണ്ട് കേട്ടോ. ഇത് എത്ര ആംപേജ് ചേട്ടാ? 10,000 mAh. നമുക്ക് 2 അടി കിട്ടിയാൽ മതി. ഭാഗ്യം. എനിക്ക് ഉപകാരമുള്ള സാധനമാണ്. ഏറ്റവും ഉപകാരമുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളാ അല്ലേ? ഞാൻ ഓരോ റൂമിൽ ഇപ്പൊ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് ഫോൺ കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു. വണ്ടിയിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങൾ ഇതാ. എല്ലാരും വന്നു. ഞാൻ 7 കൊടുത്ത് പോയി. എനിക്കൊരു എക്സസൈസ് ആവുമല്ലോ. ഞാൻ പറഞ്ഞോ? നിങ്ങൾ നോക്കൂ. ഇവ കയറിക്ക, കൈ തട്ടല്ലേ. അടുത്താലും ഇക്കാൻ്റെ ആയേക്കാം. ഡിസ്റ്റർബ് ആയില്ല. ഉണ്ട്. നാളെ രാവിലെ വരുള്ളൂ. നാളെ ഉച്ചയാകുമ്പോഴേ അപ്രൂവ് ആവുള്ളൂ. കൊണ്ട് പോസ്റ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് പപ്പ ഇതിൻ്റെ തീർക്കുക. ഫൈനലി നമ്മുടെ വണ്ടികളെല്ലാം വന്നു. സാറിൻ്റെ KU ഇവിടെ ഉണ്ട്, പ്രസാദ് സാറിൻ്റെ ഇന്നോവ ഇവിടെ ഉണ്ട്. അപ്പോൾ സാധനങ്ങൾ ഓരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞോ? ഇനി വലിയ കുട്ടികളെ കയറിയ പരിപാടി കഴിഞ്ഞു. മറ്റേ വണ്ടി മാറ്റി കേട്ടോ. അതോടെ കയറി. റസ്മി സാർ വണ്ടി എടുത്തു. ഈ വണ്ടിയിൽ ലിബിനുണ്ട്, അപ്പനുണ്ട്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ കൂടുതൽ പരിക്കുള്ളവർ ഈ വണ്ടിയിലകത്ത്, കുറച്ച് പരിക്കുള്ളവർ സാറിന് വണ്ടി കയറി. അതിൻ്റെ അകത്ത് മമ്മി അഭിരാമിയും സെബിൻ ചേട്ടനും എബിൻ ചേട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ പോവാണ്.
വഴി നിർത്തുവോ? ബ്രേക്ക് ഉണ്ടോ? ബ്രേക്ക് ഉണ്ടോ? പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണ്ടേ? ആ ഗൈസ്, അപ്പൊ ഞങ്ങൾ നേരെ എപ്പോ എത്തും? നോക്കിയില്ല, വികലാംഗരോ? അല്ല നോക്കിയില്ല. സത്യം പറഞ്ഞാല് നമ്മള് ഒന്ന് നിർത്തിയിട്ട് മാപ്പൊക്കെ എന്നിട്ട് സെറ്റ് ചെയ്യണം. സാറേ, ആ ഒരു ചെറിയ കട്ടർ പോലും നമുക്ക് പറ്റില്ല, വേദനയാണ്. ഗൈസ് നേരെ ഞങ്ങൾ പോട്ടെ കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മുക്കമല്ലേ? മുക്കത്താണ് ഇപ്പോൾ ഉള്ളത്. പോകുന്ന വഴിക്ക് അപ്പന് ഭയങ്കര വൊമിറ്റിങ്ങും പുള്ളി തളർന്നു കേട്ടോ, ഛർദിച്ച്. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലാണ് ഉള്ളത്. ഹോസ്പിറ്റലിൻ്റെ പേരെന്നാ സാറേ? ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. അപ്പനിപ്പോൾ ഇവിടെ ട്രിപ്പ് ഇട്ട് കിടത്തിയേക്കട്ടോ ഉള്ളിൽ. കുറച്ച് നേരമായി, 1 മണിക്കൂറോളം വേണ്ട വരുമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇത് ഡിസ്ചാർജിന് വേണ്ടി, ഡിസ്ചാർജ് അല്ല, കഴിയാൻ വേണ്ടി. അപ്പോൾ ഉള്ളിലുള്ള ഇവിടെ മൈക്കിൾ വിൻഡനൊക്കെ ഉണ്ട്, ലിബി ഇവിടെയുണ്ട്, അഭിരാമിയുണ്ട്, സാർ ഇവിടെയുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിൽക്കുവാണ്. ICUലാണ് കുഞ്ഞാട്ടൻ കിടക്കുന്നു. കുഞ്ഞാട്ടന് ട്രിപ്പ് ഇടുന്നുണ്ട്, തീരാനായി. ഇനിയിപ്പോൾ കുഞ്ഞാട്ടന് രാത്രി ഫുഡ് സമയം 12:30 ചപ്പാത്തിയും മസാലക്കറിയാണ് കിട്ടിയേക്കുന്നത്. ഡിസ്പോസബിൾ പ്ലേറ്റ് മേടിച്ച് നമ്മളത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. അത് നിബിനുണ്ട്. ഇതേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. ഹോട്ടലെല്ലാം അടച്ചു, ഇതന്നെ അവർ അടയ്ക്കാൻ പോകുമായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് എടുത്ത് തന്നതാണ്. ചേട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ഷീണം മാറിയില്ലേ? ഓക്കെ. അപ്പം പിന്നെ കുറച്ചും കൂടിയുണ്ട്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞാട്ടം ഓക്കെയാണ്.